മാങ്കൂട്ടത്തിൽ ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലോകത്താരെങ്കിലും ചെയ്യും ഇങ്ങനത്തെ പരിപാടി. അതിന്റെ അമ്മയെ കണ്ണ് കെട്ടിച്ച് കൊണ്ടുപോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെങ്ങളെ കൊണ്ടുപോകുന്നു, കണ്ണ് കുത്തി കൊണ്ടുപോകുന്നു, എന്നിട്ട് കളി കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അളിയനെ കൊണ്ടുപോകുന്നു. ആ അളിയനെ പെങ്ങളെയൊക്കെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാഹുൽ ശരിക്കും പറഞ്ഞാൽ. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും രാജൻ ജോസഫിനെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അത്യാവശ്യം അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാജൻ ജോസഫ് രായപ്പൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പം രായപ്പന് സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ പറയട്ടെ, ഇയാൾ വെറും ഊളയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഊളയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ രാജൻ ജോസഫുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത് അന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോക്കകത്തൊന്ന് പറഞ്ഞാണ്, ഈ ഊളയെ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ഒന്ന് ലൈക്ക് അടിക്കണേന്ന് പറഞ്ഞാണ്. അതിൻ്റെ ലൈക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, അതിൻ്റെ ലൈക്കും കമൻറ്റും. കാരണം അത്രമാത്രം ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ ഒരു 100-98% ആളുകളും വെറുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആണെന്നൊക്കെയാണ് പറയുന്നത് ഒരു വ്യക്തിയാണ് ഈ രാജൻ ജോസഫും. അതുപോലെ റിനിയുടെ കേസും അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾ റിനിയും ഈ രാജൻ ജോസഫിനെയൊക്കെ വെറുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് ഇവരൊക്കെ നിരന്തരം വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വേട്ട മൃഗമായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവൻ വീണ്ടും രംഗത്ത് വന്നേക്കുവാണ്. ഈ രാജൻ ജോസഫ് പുള്ളി വന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു റിനിയും രാജപ്പനൊക്കെ എനിക്ക് തോന്നുന്നു എവിടേക്ക് ഒളിവിലൊക്കെ ആയിരുന്നു. വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവും ഫാമിലിയും വിഷു ആഘോഷിച്ചു. രാഹുൽ മാങ്കൂട്ടം വിഷുവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷു ആഘോഷിക്കുന്നത്. അതിനെതിരെ വിമർശിച്ചുകൊണ്ടാണ്, രൂക്ഷ വിമർശനവുമായിട്ടാണ് രാജൻ ജോസഫ് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല വിഷു ആഘോഷിക്കേണ്ടത്, ഉരുളിയിലല്ല ആഘോഷിക്കേണ്ടത്, വിഷു ആഘോഷിക്കുന്ന സമയം വ്യത്യാസമുണ്ട്, പുറത്ത് ഉച്ച സമയമായപ്പോഴാണ് വിഷു ആഘോഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അമ്മയെയും അതുപോലെ സഹോദരങ്ങളെയും അളിയനെയൊക്കെ അങ്ങ് വിമർശിച്ചുകൊണ്ട്, അതുപോലെ അളിയനെ പിടിച്ച് നിർത്തിയത് ശരിയായില്ല, അളിയനെയും പെങ്ങളെയും അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. എന്തായാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ വെച്ച് തരാം. ഇതിനു മുമ്പ് ഒരു റിയാക്ട് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് വിഷ്വൽ വെച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞ്, എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾ ഈ ഊളയുടെ വിഷ്വൽ വെക്കല്ലേ, കാണാൻ താല്പര്യമില്ല, അത്രയ്ക്കും വെറുത്തൊരു വ്യക്തിയാണ്. ഇയാളെയും റിനിയുടെയൊക്കെ വിഷ്വൽ വയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്, പൊന്നു ബ്രോ കാണിക്കല്ല, ഇന്നത്തെ ദിവസം പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ വിഷ്വൽ വയ്ക്കുന്നില്ല, ഓഡിയോ സൗണ്ട് മാത്രം ഞാനിവിടെ വയ്ക്കാം. കാരണം ഞാൻ വിഷ്വൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ അടിയിൽ വരും, എൻ്റെ പൊന്നു ബ്രോ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മരയോന്തിൻ്റെ അല്ലെങ്കിൽ ഈ ഊളകളുടെ വിഷ്വൽ വെക്കല്ലേ, ഫോട്ടോ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഞാൻ ചെയ്തല്ലേ, 1-2 വീഡിയോ കൊണ്ട് ചെയ്തു, അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ട് മാത്രമേ വെക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കാണുന്ന ആളുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ രാജൻ ജോസഫ് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്ന ആ ഒരു വീഡിയോ, ഈ വിഷു ആഘോഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്ക് വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ പറയുന്ന ഇയാൾക്ക് രാഹുൽ വിഷു സ്വാഭാവികമായിട്ട് എല്ലാവരും, രാഹുൽ മാങ്കൂട്ടം മാത്രമാണോ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആഘോഷങ്ങളിലെ വിഷുവിനന്ന് എത്ര ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്? എത്ര ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്? ആ വീഡിയോയുടെ അടിയിലെല്ലാം പോയി ഇങ്ങനെ കുത്തി നുളച്ച് അങ്ങനെയാണെങ്കിലും നോക്കണമല്ലോ. എന്തുകൊണ്ട് രാഹുലിൻ്റെ വീഡിയോ മാത്രം അങ്ങനെ കുത്തി നുളച്ച് നോക്കേണ്ട കാര്യം? പുള്ളിയെ ഇപ്പോഴും വിട്ടിട്ടില്ല. എവിടെ തക്കം കിട്ടുന്നു, എവിടെ എന്തൊക്കെ കിട്ടുന്നു അവിടെയൊക്കെ ചൂഴ്ന്ന് നോക്കി വിമർശിക്കലാണ് ഈ രായപ്പൻ്റെ ജോലി. എന്തായാലും രായപ്പൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലോകത്താരെങ്കിലും ചെയ്യും ഇങ്ങനത്തെ പരിപാടി. അതിന്റെ അമ്മയെ കണ്ണ് കെട്ടിച്ച് കൊണ്ടുപോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെങ്ങളെ കൊണ്ടുപോകുന്നു, കണ്ണ് കുത്തി കൊണ്ടുപോകുന്നു, എന്നിട്ട് കളി കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അളിയനെ കൊണ്ടുപോകുന്നു. ആ അളിയനെ പെങ്ങളെയൊക്കെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാഹുൽ ശരിക്കും പറഞ്ഞാൽ. ഇവര് തലയ്ക്ക് വട്ടായോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇന്ന് പിന്നെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവന് വട്ടായോ? കാരണം അവനൊരു നോർമൽ അല്ലെന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം ഇത്രയും ആരോപണങ്ങൾ നിൽക്കുന്ന ഒരാളുടെ പെങ്ങളും അമ്മയും സഹിച്ചാലും ആളിയൻ ഇത് പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവൻ തന്നെ എടുത്തിട്ട സാധനമാണ്. അതിൽ നിന്ന് ഞാൻ എടുത്തിരുന്നു. അത് പിന്നെ 24 മണിക്കൂർ കൊണ്ട് തന്നെ 2 ലക്ഷത്തിൽ പേരുകൾ. ആളിയൻ എന്തായാലും പെങ്ങളെടുത്തെങ്കിലും പറയായിരിക്കും, നിന്റെ ആങ്ങളെ കാണിച്ചു പോക്കത്തിലോ എന്ന് പറയായിരിക്കും. കാരണം ഇയാൾക്ക് നാണക്കേടാവത്തില്ലേ, ഐഡന്റിഫൈ ചെയ്തില്ലേ? ഞാൻ എന്നോട് പറഞ്ഞ നോർമൽ അല്ലാത്ത കുഴപ്പമൊന്നും. എന്താണ് ചങ്ങാതി, സ്വന്തം അമ്മയും പെങ്ങളെയും
അതുപോലെ അളിയനെയും ഒക്കെ നിർത്തിയിട്ട് വിഷു ആഘോഷിക്കുന്ന ഒരു വിഷുലെടുത്ത് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടെയാണ് അപമാനിക്കുന്നത്, എവിടെയാണ് അപമാനിച്ചത്? നാണോ മാനോ ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? ആ വ്യക്തിയെ ഇങ്ങനെ പുറവേ നടന്നിങ്ങനെ പിന്തുടർന്ന് വേട്ടയാടാനെ കൊണ്ട് നാണോ മാനോ ഉണ്ടോ? ഇനി നിങ്ങൾക്ക് നിങ്ങളെ വൈഫിനെയും അതുപോലെ നിങ്ങളെ ഫാമിലിയും നിങ്ങളെ അമ്മയും നിങ്ങളെ റിലേറ്റീവ്സിനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ കൂടെയൊന്നും നിങ്ങൾക്ക് ഒരു ആഘോഷവും ആഘോഷിക്കേണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ആരെയും വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫാമിലിയൊക്കെ പുള്ളി ആഘോഷം വരുന്ന സമയത്ത് പുള്ളി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുറച്ചില്? നിങ്ങൾക്ക് എന്താണ് ഇത്ര കടിയെന്നാണ്? ഇതാണ് കുരു പൊട്ടുക എന്നൊക്കെ പറയുന്നത്. കുരു പൊട്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം രാഹുൽ എന്ത് ഇടുന്നു. പുള്ളി അത് കാണുമ്പോഴത്തേക്ക് രാഹുലിൻ്റെ അതിലെ പിന്തുണയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് കുരു പൊട്ടുവാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷു ആഘോഷിച്ചത്, പുള്ളിയുടെ ഫാമിലിയായിട്ട് വിഷു ആഘോഷിച്ചത് വേറെ ആർക്കും കുഴപ്പമില്ല, വേറെ ആരും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി വിഷു ആഘോഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ വിമർശിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താണ് ഇത്ര കുരു പൊട്ടുന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കുക. പഴയ സിസ്റ്റമൊക്കെ മാറി. ഓട്ടുള്ളിക്കകത്ത് ഒരുപാട് സാധനങ്ങൾ വെറ്റില വരെ വെക്കുന്ന രീതികളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് ഒരുക്കുന്നത്, ഈ കണി ഒരുക്കുന്നത്. ഇതൊക്കെ മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അതൊന്നും ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുക എവിടെ ഓട്ടുരുളിയുള്ളേ? നാട്ടും പുറത്തില്ല. പഴയ ഏതെങ്കിലും തറവാട്ടിൽ നിങ്ങളുടെ കിടപ്പുണ്ടെങ്കിൽ ഉണ്ട്. അല്ലാത്തതൊക്കെ വേണമെങ്കിൽ കൊച്ചുമക്കളൊക്കെ അകത്ത് എടുത്ത് വിറ്റും കാണും കിട്ടിയവരേക്ക്. ഓട്ടുരുളി, മൊന്ത, കിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ എന്റെയൊക്കെ തറവാട്ടിലുണ്ടായിരുന്നതാ. അതൊന്നും ഇപ്പൊ ആരടുത്തും ഇല്ല. അപ്പൊ പിന്നെ ഒട്ടുള്ളിയൊന്നും ഇല്ലെങ്കിലും പറ്റുന്ന രീതിയിൽ കൃത്രിമമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇത് ഒരുക്കുക. കണിക്കൊന്ന കിട്ടാത്ത നാട്ടില് പ്ലാസ്റ്റിക് കണിക്കൊന്നയും മടങ്ങി വെക്കും. അതൊരു ആചാരം പിന്തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും പഴയ പോലത്തെ രീതിയിൽ വിശുദ്ധമായിട്ട് നടപ്പിലാക്കാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ കണി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് ഒരുക്കി വെക്കും. തലേന്ന് ഒരുക്കി വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ വിളിച്ചുണർത്തി അപ്പൊ തന്നെ കണ്ണു പൊത്തി കൊണ്ടുപോയിട്ടാണ് ഇത് കാണിക്കുക. അതിനകത്തൊരു വ്യത്യാസം ഇതുവരെ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഗൃഹനാഥ അല്ലെങ്കിൽ പിന്നെ ഗൃഹനാഥൻ അവരൊക്കെ വീട്ടിലെ ഗൃഹനാഥയാണ് കൂടുതൽ ചെയ്യുക. അത് പിന്നെ ഇവരെ എല്ലാം മക്കളെയാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ ഉണർന്നു കഴിഞ്ഞാൽ ആ കണി കാണുക എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതായിരിക്കണം എന്നുള്ളത്. അതിനാണ് കണിയാവുന്നത്. ഇല്ലെങ്കിൽ കണി കാണാനില്ല. അപ്പം അതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ ഇന്ന് അവരെയാ കണി കണ്ടേ, ഇന്നത്തെ ദിവസം പോയി എന്ന് പറയുമല്ലോ. അപ്പൊ ആദ്യം കാണുന്നതാണ് സംഭവം. അപ്പൊ ആദ്യം കാണുന്നത് കണ്ണു ഒഴിച്ചിട്ട് ആദ്യം കാണുന്നത് ഇതായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ കണി കാണുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ കണ്ണ് പൊത്തി അവിടെ വരെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് കണ്ണു തുറക്കുക. ആദ്യം കാണുന്നത് അതായിരിക്കണം എന്നുള്ളതാണ്. ഇത് രാവിലെ ഞാൻ പറയുന്നത് ഇത് വല്ലാത്ത ഒരു ഫാമിലിയാ. അവന്റെ അമ്മയും കുളി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അളിയനും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. പെങ്ങളാണെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുന്നു. അവനും അതായത് രാഹുലിന്റെ അമ്മയൊക്കെ എങ്ങനെ പറയാം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് പിന്നെ കണി കാണിക്കേണ്ടതെന്നുള്ളതാണ് വിളിച്ചെടിയിപ്പിച്ച്. കാരണം 9 മണി വരെ 8 മണി വരെ കിടന്നിറങ്ങുന്ന പിള്ളേരാണെങ്കിലും, കാരണം വെക്കേഷൻ കാലഘട്ടമാണ്, കിടന്നിറങ്ങുന്ന പിള്ളേരാണെങ്കിലും വെളുപ്പിനെ അവരെ വിളിച്ചുണർത്തിയിട്ട് കണ്ണും പൊത്തി കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കൈനീട്ടം കൊടുക്കില്ല. അപ്പം ഇവൻ അവിടെ തന്നെ തെറ്റിച്ചു. ഇത് ഭൂലോക ഉടായ്പ പരിപാടിയാണ് റീൽസ് ഇടാൻ വേണ്ടി. കാരണം ക്യാമറാമാൻ സമയത്തിലെത്തി കാണത്തില്ല ഇത് ഷൂട്ട് ചെയ്യാനുള്ളത്. കാരണം ക്യാമറാമാൻ വടിയിലൂടെ ഒരു ബ്ലോക്ക് ഇയാൾ അവിടെ കണ്ട് പോയി ഇരുന്നിട്ടുണ്ടോ? രാഹുലിന്റെ വീട്ടിന്റെ മുമ്പിലാണ് ഇയാള് കണി കണ്ടത്. ഇവന്റെ ജനലിൽ കൂടെയും വാതിലിൽ കൂടെയും പുറത്തത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇത് വെളുപ്പിനല്ല എന്നുള്ളത് ആദ്യം തന്നെ പകൽ വെളിച്ചത്തിന്റെ ജനലിൽ കൂടെ ഒക്കെ കയറി വരുന്നതെന്ന് ആ വിഷ്വലിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിന് പുറമെ അവന്റെ വാച്ച് ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വാച്ചിലെ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. 9 മണി 5 മിനിറ്റ് പിന്നെ കണി കാണിച്ച ലോകത്തിലെ ഒരേ ഒരു മലയാളി ഫാമിലിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബം. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ റെക്കോർഡാണ്. രാവിലെ 9 മണിക്ക് കണി കാണിച്ച ഒരേ ഒരു ഇന്ന് വരെയുള്ള കേരളീയ ചരിത്രത്തിൽ അങ്ങനെ കണി കാണിച്ചിട്ടുള്ള വിഷ് കൈനീട്ടം കൊടുത്ത ഒരേ ഒരു ഫാമിലി എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ഭയങ്കര രസം. അത് കഴിഞ്ഞിട്ടും ഈ വിഷ് എന്താണ് ഈ ചങ്ങാതി പറയുന്നത്? സത്യം പറഞ്ഞാൽ നാണോ മാനോ ഉളുപ്പുണ്ടോ? ആ വീഡിയോ കണ്ട രാഹുലിൻ്റെ ആ വിഷുവിൻ്റെ ആ വീഡിയോ കണ്ട 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടതാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം, ഒന്നുകൂടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ട ആർക്കും ഒരു പ്രശ്നവുമില്ല. ഈ ഊളയ്ക്ക് മാത്രമേ പ്രശ്നമുണ്ടോ. അതിനകത്ത് രാഹുലിൻ്റെ വാച്ചിൽ 9 മണി കാണിക്കുന്നു. പുറത്ത് ജനലിൽ കൂടെ ഇയാളെന്തോ വല്ല മജീഷ്യനെ കാണാമെന്നോ, പുറത്ത് ജനലിൽ നല്ല വെട്ടം, അപ്പം അത് ഉച്ച സമയത്തെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്കാണ് കണി കണ്ടത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടേ ഇതൊക്കെ? എന്തുവാടേ ഇതൊക്കെ? അത്രയും വീഡിയോ കണ്ട അത്രയും ഒരു മനുഷ്യന് പോലും
ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇയാൾ വന്നിരുന്ന് ചിന്തിച്ചിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു മനുഷ്യനെ പുറമേ നടന്ന് ഇങ്ങനെ തേജാവധം ചെയ്യുക, അയാളെ വേട്ടയാടുക എന്നുള്ളൊരു അജണ്ട ആരൊക്കെയോ കൊടുത്ത ഒരു ഇതിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു അജണ്ട എന്നാണ് ഇതിലൂടെ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. അപ്പം പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും അത് മനസ്സിലാണ്, അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള വോട്ടുരുളിക്കകത്തും അല്ലെങ്കിൽ പഴയ കാലത്ത് അതിനകത്താണ് അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇതിനകത്താണ്. ഞാനിത് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലായാലും അത് മനസ്സിലാണ് വേണ്ടുന്നത്. ഈ വന്നിരുന്ന് ന്യായം വിടുന്ന ആൾ വല്ല കണിയെ കാണാൻ കണ്ടോ? വിഷുവായിട്ട് കണി കണ്ടായിരുന്നോ? വല്ല പാവങ്ങൾക്ക് വല്ല 10 പൈസയാണ് കൊടുത്തായിരുന്നോ? ഇല്ല. അപ്പം സ്വന്തം കാലിൽ മന്ത് മറച്ചു വെച്ചിട്ട് അവൻ്റെ കാലിന് മന്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഇപ്പം ഈ പുള്ളി ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കേൾക്കാം പുള്ളി പറയുന്നത്. അവനിപ്പോ സംഭവം ആറാട്ടണ്ണന്റെയും അലൻ ജോസ് പെരേരയുടെ ഇടയ്ക്ക് ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്. കാരണം പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ പൊളിറ്റിക്സിൽ ഇനിയിപ്പോ അവന് MLA MP ഒന്നും മന്ത്രി ആവാനിരുന്ന ആളാണ്. പക്ഷെ ഇനിയിപ്പോ അവൻ നടക്കാത്ത മുഖ്യമന്ത്രി ബ്ലോഗർ തോന്നലാണ് പരിപാടിയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അങ്ങനെ, കാരണം അവന് ഇഷ്ടംപോലെ ഫാൻസും ഉണ്ട്. അവനൊരു യൂട്യൂബ് ചാനലുമായിട്ട് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായിട്ട് എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിണിയാവും ഇപ്പൊ. അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെ പണിക്ക് പോണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഗൾഫിൽ പോണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ പുറത്തെവിടെയും പോണ്ടി വരും, അല്ല ജോർജിയയിലോ എവിടെയെങ്കിലും കാനഡയിലൊക്കെ പോണ്ടി വരും. അപ്പം നമ്മള് പിന്നെ ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ അവനും ജീവിക്കാനൊരു മാർഗം. പക്ഷെ ജീവിക്കാനുള്ള മാർഗത്തിനകത്ത് ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ ഒരിക്കലും കൊണ്ടുവരാറില്ല. അവരെ അതിനകത്ത് കോമാളിയാക്കി അവതരിപ്പിക്കാറില്ല. നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ ഫാമിലിയെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അവരെ ആരെയും ഉപയോഗിക്കാറില്ല. അപ്പൊ ഇവൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വ്ളോഗ് തുടങ്ങിയ ഒക്കെ ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. അതിനകത്ത് റീൽസ് ഇവയൊക്കെ ചെയ്യുന്നതിനകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അലൻ ജോസും ആറാട്ടണ്ണനും ഒക്കെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. കാരണം രാഹുലിൻ്റെത് വന്നു കഴിഞ്ഞാൽ രാഹുൽ തന്നെ ആയിരിക്കും ഏറ്റവും ഓഡിയൻസ്. നമ്മളെ വരെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വരെ റീച്ച് ഇല്ലാതാവും. കാരണം രാഹുൽ തന്നെ ആയിരിക്കും അവനുള്ള കഴിവുണ്ട്. ഇപ്പം അലൻ ജോസ് പെരേരയുടെയും ആറാട്ടണ്ണൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രാജൻ ജോസഫ് നിങ്ങളെപ്പോലെ ചങ്ങായി നിങ്ങളെക്കാളും എന്തായാലും ഈ പറഞ്ഞുള്ള ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയ്ക്ക് നിങ്ങളെക്കാരും യോഗ്യതയുണ്ട്, നിങ്ങളെക്കാരും വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുണ്ട്. അവരെ അടുത്തൂടെ പോലും നിങ്ങളെ കൂട്ടാൻ പറ്റത്തില്ല, അവരെ അടുത്തൂടെ പോലും. പിന്നെ പറഞ്ഞല്ലോ എന്ത് അപമാനിച്ചെന്നാണ് പറയുന്നത്. ഈ ഒരു വിഷുവിൻ്റെ ഒരു വീഡിയോക്കകത്ത് റീൽസിനകത്ത് ഫാമിലിയെ കൊണ്ടുവരുന്നത് അവരവരുടെ ഫാമിലി, രാഹുലിൻ്റെ ഫാമിലിയെ ആദ്യമായിട്ടൊന്നുമല്ല രാഹുൽ ഫേസ്ബുക്കിലൂടെ അമ്മയുടെ ഫോട്ടോസ് പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ എല്ലാം സഹോദരങ്ങളെയൊക്കെ ചേച്ചിയുടെയൊക്കെ ഫോട്ടോയൊക്കെ ഇതിന് മുമ്പ് റീൽസ് വീഡിയോ ഇതിന് മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. രാഹുലിൻ്റെ ഫാമിലി ആദ്യമായിട്ടല്ല രാഹുലിൻ്റെ ഫാമിലിയെ രാഹുൽ കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ട് കുരുപൊട്ടുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഫാമിലിയും നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഒന്നും വേണ്ട, അല്ലെങ്കിൽ അവരെ വില നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നല്ലൊരു ദിവസം അവരുമായിട്ട് നിന്നൊരു വിഷ്വൽ എടുത്ത് പുള്ളി ഇട്ടതിൽ എന്താണ് അതിനകത്തൊരു അപമാനം സംഭവിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അളിയനെ അപമാനിച്ചു, പെങ്ങളെ അപമാനിച്ചു, അമ്മയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ റീല് കണ്ട അത്രയും ആളുകൾക്ക് ഒന്നും തോന്നാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി. പിന്നെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം MLA ആവാനിരുന്നതാണ്, മന്ത്രി ആവാൻ. ഇനിയും അവസരമുണ്ട്. പുള്ളിയെ പാർട്ടിയിൽ നിന്ന് അങ്ങ് തുടച്ചു നീക്കിയൊന്നും കളഞ്ഞിട്ടില്ല. പുള്ളിക്ക് ഒരു അച്ചടക്ക ലംഘനം മാത്രമേ നൽകിയിട്ടുള്ളൂ. പുള്ളി നിങ്ങൾ നോക്കിക്കൂ, പുള്ളി തിരിച്ച് കയറി വരും. പിന്നെ ഈ ഇപ്പം മന്ത്രിസ്ഥാനത്തിരിക്കുന്നതും MLA സ്ഥാനത്തിരിക്കുന്നതും ആയിട്ടുള്ള ആളുകൾ, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തേക്ക് ഇരിക്കുന്ന ആളുകളൊന്നും എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ലല്ലോ. ഇവരെല്ലാം ഇതിനേക്കാളും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോഴും മന്ത്രിസ്ഥാനത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നും രാഹുലിനെ ഇല്ലാതാക്കാൻ നോക്കണ്ട വാഗുണ്ട്. പുള്ളി ശക്തനായിട്ട് തന്നെ തിരിച്ച് കയറി വരും. അതിനകത്തൊരു സംശയമില്ല. കാരണം പുള്ളിക്ക് ഒരു വീഴ്ച സംഭവിച്ചു, അത് ശരി തന്നെയാണ്. ഒരു രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും പാടില്ലായിരുന്നു. ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നെഗറ്റീവുകൾ മാക്സിമം കേൾക്കാതെ മുമ്പോട്ട് പോകുക എന്നതാണ്. പക്ഷേ ഇത് പുള്ളിയെ മനഃപൂർവ്വം കൊടുക്കാനെ കൊണ്ട് തയ്യാറാക്കിയ തിരക്കഥകളും ഇതിനകത്തുണ്ടെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. അത് ഒരു മൈലേജ് കുറച്ച് എരിയും പുളിയൊക്കെ ചേർത്ത് ഈ പറഞ്ഞിട്ടുള്ള രാജൻ ജോസഫിനെ പോലെയുള്ള ഊളകളെ കൊണ്ടിരുത്തിയിട്ട് എരിയും പുളിയൊക്കെ ചേർത്ത് കൊടുത്തതാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക്. ഓക്കെ, അപ്പം എന്തായാലും രാഹുൽ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ രാഹുലിനെ രാജിവെപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ശ്രമിക്കുകയാണ് രാജൻ ജോസഫ്.
വീഡിയോസിലൂടെ നിരന്തരം രാഹുൽ രാജിവെക്കണം, രാഹുൽ നാണമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എത്ര MLA മാർ, എത്ര മന്ത്രിമാർ ഭരണപക്ഷത്തിരിക്കുന്നവർ രാജിവെക്കണം? എത്ര പേര് രാജിവെക്കണം? ആരെങ്കിലും രാജിവെച്ചോ? ഗണേഷ് കുമാറിൻ്റെ പേരിൽ ഒരു ഇലക്ഷൻ്റെ തലേന്ന് ഒരു ആരോപണം വന്നിട്ട് പുള്ളി രാജിവെച്ചു. അങ്ങനെയാണെങ്കിലേ ഇതൊക്കെ എല്ലാവർക്കും ബാധകമാവുന്ന കേസുകളാണ്, ഒരാൾക്ക് മാത്രമല്ല. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ രാജൻ ജോസഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സീ യു, ഗുഡ് നൈറ്റ്.